വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് അവോദ. അവോദിൽ ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തത്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിരുന്നു അല്ലെ? ഓൺലൈൻ ആയിരുന്നോ ഓഫ്ലൈൻ ആയിരുന്നോ? ഓൺലൈനിലായിരുന്നു. ഓൺലൈൻ കോഴ്സ് ആയിരുന്നു. അപ്പൊ വീഡിയോ ക്ലാസ്സസ് ഒക്കെ ആയിരുന്നില്ലേ? റെക്കോർഡിംഗ് ക്ലാസ്സസ് ഒക്കെ ആയിരുന്നു. റെക്കോർഡിംഗ് സെഷൻസ് എങ്ങനെയുണ്ടായിരുന്നു? ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ക്ലാസ് ഒക്കെ കുഴപ്പമില്ല. റെക്കോർഡിംഗ് ക്ലാസ് ആയതുകൊണ്ട് ഏത് ടൈമിൽ വേണമെങ്കിലും കാണാൻ ഉം, പറ്റുമായിരുന്നു. ഉം, അതേപോലെ ലൈവ് സെക്ഷനിൽ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കായിരുന്നു. ഉം. കുഴപ്പമില്ല. ഉം, കുഴപ്പമില്ല. നമുക്ക് അപ്പോ ടൈം കിട്ടുമ്പോ പഠിച്ചാലും ഉം, മതിയല്ലോ. കുഴപ്പമില്ല. മതിയായിരുന്നു. ഓക്കെ. അപ്പോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ ജസ്ലി, എനിക്ക് തോന്നുന്നു ഒരു ബ്രേക്ക് വന്നിട്ടാണോ ഈ കോഴ്സ് എടുത്തിരിക്കുന്നത്? അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് വന്ന് ജസ്റ്റ് ഇനി ആ കല്യാണം കഴിഞ്ഞ്, അപ്പോ ആ ഒരു അതെ എക്സ്പീരിയൻസ് അതെ അതെ. എങ്ങനെയായിരുന്നു? നമുക്ക് അവബോധ, അതായത് ഇങ്ങനത്തെ ഒരു കോഴ്സ് ഉള്ളതുകൊണ്ട് ഇപ്പോ ബിസി ലൈഫിലായാലും പോലും ജസ്ലിക്ക് ആൻസർ, അതായത് ഇപ്പൊ പഠിക്കാൻ പറ്റി അല്ലെ? ആ അപ്പോ ആ ആ ഒരു ആ, അതെ. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഉം, എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഉം, ഇൻസ്റ്റയിലാണ് ഈ കോഴ്സിനെ കുറിച്ച് കണ്ടത്. അപ്പൊ ഉം. അങ്ങനെ ജോയിൻ ചെയ്തു. പിന്നെ ഫീസും കുറവായിരുന്നു. 3800 രൂപയുടെ ഫീസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് നോക്കാ പറഞ്ഞിട്ട് ഫസ്റ്റ് ഒക്കെ വിചാരിച്ചു ആദ്യമൊക്കെ തട്ടിപ്പായിരിക്കും എന്നൊക്കെ വിചാരിച്ച്. ഉം. പിന്നെ നോക്കുമ്പോ കുഴപ്പമില്ല. ഇപ്പൊ ഇന്റേൺഷിപ്പിൽ കയറി. കുഴപ്പമില്ല. ക്ലാസ് ഒക്കെ കുഴപ്പമില്ല അല്ലെ? സൂപ്പറാണ്. ഓക്കെ. ഇന്റേൺഷിപ്പ് എവിടെയാ കിട്ടിയത്? ഇന്റേൺഷിപ്പ് പാലക്കാട് VMC ആണ്. VMC ഓക്കെ. വീടിന്റെ ഹോസ്പിറ്റലാണ്. വീടിന്റെ അടുത്ത് തന്നെയാണോ? വീടിന്റെ അടുത്ത് തന്നെയാണോ? അതെ അതെ. ഓക്കെ. അത് ആ, തന്നെ വലിയ കാര്യം. ഓക്കെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോ അവോദിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഓൺലൈൻ കോഴ്സ് എടുത്തപ്പോ വിചാരിച്ചിരുന്നു ഇതേപോലെ പെട്ടെന്ന് ഇന്റേൺഷിപ്പ് കിട്ടും, ജാപ്പിലൂടെ ഇന്റേൺഷിപ്പ് കിട്ടും എന്നൊക്കെ വിചാരിച്ചിരുന്നു? അതന്നെയായിരുന്നു ഫസ്റ്റ് ഞാൻ തട്ടിപ്പാണെന്നാ വിചാരിച്ചത്. ഇത്രയല്ലേ ഫീസ് ഉള്ളൂ ഇവിടെ. നല്ല എന്താ എല്ലാവിടെയും നല്ല ഫീസ്. 10,000-ന് മേലെയും 20,000, ചിലപ്പോ 50,000 വരെ ചോദിക്കുന്നുണ്ട്. ഉം, അപ്പോ ഇവിടെ 3,800 രൂപയല്ലേ ഉള്ളൂ. ഉം, അപ്പൊ വേഗം അതാണ് ചേർന്നത്. പിന്നെ വിചാരിച്ചു തട്ടിപ്പാണെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ഫസ്റ്റ് ഒക്കെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. ഉം, ജോലി ഉം, കിട്ടുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ ഇന്റേൺഷിപ്പ് കിട്ടി. ഉം, ജോബ് എങ്ങനെയാണെന്ന് അറിയില്ല. കഴിഞ്ഞ പ്ലേസ്മെന്റ് ആവുന്ന പറഞ്ഞത്. ഉം. ഓക്കെ. അപ്പോ എന്തായാലും ഇനി അവോദിലെ ജാപ്പ് സെഷനും ഡൗട്ട് ക്ലിയറിംഗ് സെഷനും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ജാപ്പിൽ നമ്മുടെ ജോബ് ID എടുക്കുക, പിന്നെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുക. ഉം. അവിടുത്തെ ടീച്ചേഴ്സുമാരും കുഴപ്പമില്ല. എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് സപ്പോർട്ട് സംസാരിക്കുന്നത്. ചെയ്യുന്നത് അല്ലെ? ഇന്റർവ്യൂ ഒക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തത്, ഒക്കെയാണ് ചോദിക്കുന്നത് ഇന്റർവ്യൂവിനൊക്കെ. ചോദിച്ചത്. ഉം. പിന്നെ ഉം. ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ അവോദയുടെ ജാപ്പ് ഇപ്പോ ഇനി ഈ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇനി വേറൊരു ജോലി വേണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ജോലി ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യണമെങ്കിലോ നമുക്ക് ജസ്റ്റിലേക്ക് അവോദയുടെ ജാപ്പ് 5 വർഷത്തേക്ക് ആക്സസ് ചെയ്യാം. ഉം ഉം. കേട്ടോ? അതറിയാം 5 വർഷം. അതറിയാം. ആ കാര്യം അറിയായിരുന്നോ? അതെ അതെ, അറിയാം അറിയാം. അറിയായിരുന്നു അല്ലെ? ഒരു ഇന്റേൺഷിപ്പ് മിനിറ്റ്. ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും അഞ്ച് വർഷം ഉണ്ട് അല്ലെ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ നമ്മുടെ അവോദയില് 41+ കോഴ്സുകൾ ഉണ്ട്. അപ്പൊ പുതിയൊരു കുട്ടി അവോദയിൽ ജോയിൻ ചെയ്യുമ്പോൾ ജസ്ലിക്ക് എന്താണ് ആ കുട്ടിയോട് പറയാനുള്ളത്? ഫീസൊക്കെ കുറവാണ്. ഉം, അതേപോലെ റെക്കോർഡിംഗ് ക്ലാസ് ആണ്. ടൈമൊക്കെ ഉം, കിട്ടും പഠിക്കാനൊക്കെ. ഇനിയുള്ള കുട്ടികള് ചേരുക. കുഴപ്പമില്ല. ഇന്റേൺഷിപ്പ് ആണെങ്കിലും ഒക്കെ കിട്ടും. ജോബും കിട്ടും. അപ്പോ എല്ലാവരും ചേരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അഭിപ്രായം. ഓക്കെ. അപ്പോ ജസ്ലി ഓവറോൾ സാറ്റിസ്ഫൈഡ് അല്ലേ? ഹാപ്പി അല്ലേ ടോട്ടൽ? അതെ അതെ, ഹാപ്പിയാണ്. അപ്പോ താങ്ക് യു സോ മച്ച് ജസ്ലി. നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു കേട്ടോ.